ലൊക്കേഷനിൽ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. കാര്യം അന്ന് ഇട്ടിമാണിയുടെ ലൊക്കേഷനിൽ ഫോട്ടോഷൂട്ടിന് പോയതാണ് ഫാൻസിൻ്റെ കൂടെ. അന്ന് സംസാരിക്കാൻ അങ്ങനെ അടുത്ത് സംസാരിക്കാൻ പറ്റിയാലും എല്ലാവരും നിരന്ന് നിന്നിങ്ങനെ ഓരോരുത്തരും വന്ന് ഫോട്ടോ എടുക്കുന്നു, പോകുന്നു, ജസ്റ്റ് 2 ക്ലിക്ക് അത്രേ ഉള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് അന്നാണ് കാണുന്നത് ലാലേട്ടനെ. പിന്നീട് ആ മനുഷ്യൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്, ഒരു ഫ്രെയിമിൽ വരിക എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ കാരണം റീടേക്ക് പോകരുതെന്നുള്ളൊരു ടെൻഷൻ. കാര്യം ലാലേട്ടനും വണ്ടി ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ തിരിച്ച് റീടേക്ക് പോയാൽ റീടേക്ക് വരുമ്പോൾ വീണ്ടും കാറ് ആ പൊസിഷനിൽ പോയിട്ട് വീണ്ടും തിരിച്ച് വരണം, അങ്ങനെയൊക്കെയുള്ളൂ. അപ്പം ട്രയൽ നോക്കി. അപ്പം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇച്ചിരി കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തരഞ്ചേട്ടൻ പറഞ്ഞിട്ട് ഓക്കെയാണ്, ഇച്ചിരിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര കൂളായിട്ട് ഫസ്റ്റ് ഷോട്ട് എടുത്ത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്ന് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ട് ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ തന്നെ ബിനിച്ചേട്ടനാണ് പരിചയപ്പെടുത്തുന്നത്. ബിനിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം ലാലേട്ടൻ ഇങ്ങനെ കാറിൽ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് പറഞ്ഞു, ലാലേട്ട ഇതാണ് മണിയൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. അവൻ മോനെ പറഞ്ഞു, ലാലേട്ട പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ബിനിച്ചേട്ടൻ പറഞ്ഞു ഇവൻ രോമാഞ്ചത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് കണ്ടില്ല വിളിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, മോനെ ഞാൻ രോമാഞ്ചം കണ്ടില്ല, മോൻ രോമാഞ്ചത്തിൻ്റെ ആളാണോ? അതെ. അപ്പം നമുക്ക് നോക്കാം മോനെ. അപ്പോഴേ നമ്മൾ ഫ്രീ ആയി, മോനെ എന്നുള്ള വിളിയിലേ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ പിന്നെ കൂളായിട്ട് പിന്നെ തരഞ്ചേട്ടനും ബിനിച്ചേട്ടനും ഒക്കെ വന്ന് കറക്റ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് അങ്ങ് കിട്ടും. അടിപൊളിയായിരുന്നു.